ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ നാട്ടിൽ മങ്കി പോക്സ് 2 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നു എന്ന് പറയുന്നു. ഇടയ്ക്ക് നിപ്പ വരുന്നു, കൊറോണ വരുന്നു. ഇതൊക്കെ ആദ്യം വരുന്നത് കേരളത്തിലാണ്. ഈ നിപ്പ വന്നു പോയി അത് പൂർണ്ണമായിട്ടും നമ്മൾ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞു, വീണ്ടും വന്നു, വലിയ ആശങ്ക സൃഷ്ടിച്ചു. അപ്പം ആരോഗ്യരംഗത്ത് കേരളം വലിയൊരു മാതൃകയാണ് ലോകത്തിന് മുന്നിൽ എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. അപ്പോൾ ആരോഗ്യരംഗത്ത് എവിടെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കേരളത്തെ ഇതാദ്യം പിടികൂടുന്നു? കേരളത്തെ അന്വേഷിച്ചൊരു വൈറസ് വരികയും ഗോവയും കർണാടകയും തമിഴ്നാടും ഒന്നും വേണ്ട, ഇവിടെ ശരിയാവില്ല, കേരളത്തിൽ പോകാം എന്ന് വിചാരിച്ചൊരു വൈറസ് ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ഒന്നുകിൽ മറ്റുള്ളവർക്ക് ആ വൈറസിനെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഇത് ബാധിച്ച ആൾ മലയാളിയാണ് ആദ്യത്തെ. മലയാളികളുടെ ഒരു പ്രത്യേകത, അവർ ലോകത്തെ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നവരാണ്. വെറും വിസിറ്റേഴ്സായിട്ടല്ല, ജോലിക്കായിട്ട് പോവുക, അവിടെ താമസിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ സകല സ്ഥലത്തു നിന്നും ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളം മറ്റെവിടെയെങ്കിലും ഉള്ള അസുഖങ്ങൾക്ക് ഒരു താവളമായിട്ട് മാറാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണ്. മാറുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, മാറാൻ എളുപ്പമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ളവരൊക്കെ ഉണ്ട്. ഇന്ത്യക്കാരും പൊതുവെ ഇങ്ങനെയാണ്, കേരളീയർ മാത്രമല്ല. ഇന്ത്യക്കാരില്ലാത്ത ഭൂലോകത്തിൽ ഒരു സ്ഥലവുമില്ല. മലയാളികളില്ലെങ്കിൽ പോലും തമിഴന്മാരോ മധ്യപ്രദേശുകാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ബംഗാളികൾ ഇതുപോലെ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരിൽ നിന്നായിരിക്കണം മലയാളികൾക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ ആരോഗ്യരംഗത്തുള്ളവർ പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായൊരു ചിത്രം തെളിഞ്ഞു വരുള്ളൂ. പക്ഷേ ഒരു ട്രഡീഷണൽ വേയിൽ ചിന്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ഈ കേരളം ആശുപത്രികളുടെ എണ്ണം വെച്ചുള്ള വലിയ പൊങ്ങച്ചമുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി തോന്നാറുണ്ട്. ഈ ആശുപത്രികളുടെ എണ്ണം കൂടുതലാണ് എന്നതിനർത്ഥം അസുഖങ്ങൾ കൂടുതലാണ്, ആരോഗ്യം കുറവാണ്. അതുകൊണ്ടാണല്ലോ ആശുപത്രിയുടെ എണ്ണം കൂടുന്നത്. അപ്പോൾ 1000 പേർക്ക് ഒരു ആശുപത്രി വെച്ച് കേരളത്തിലുണ്ട് എന്നത് വലിയൊരു കാര്യമാണ് എന്ന് ഗവൺമെൻറ്റും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ തോന്നുന്നത് 1000 പേർക്ക് ഒരു ആശുപത്രി വേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ കുറവല്ലേ? ആശുപത്രി ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണോ അതോ രോഗത്തിൻ്റെ ലക്ഷണമാണോ? രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രോഗികൾ കൂടുതലുള്ള സ്ഥലത്ത് ആശുപത്രി ഉണ്ടാകും. മരുന്നുകൾ കൂടുതൽ ചിലവാകുന്നത് രോഗികൾ കൂടുതലുള്ള സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ പക്ഷേ എന്നെ പോലുള്ളവരത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആരോഗ്യവിരുദ്ധനാണ്, പുരോഗമനത്തിന് എതിര് നിൽക്കുന്നവനാണ് എന്നൊക്കെയുള്ള സംസാരം വരും. എന്നാലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് തോന്നാറുണ്ട്. ആശുപത്രിയുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രോഗാവസ്ഥയുള്ളവരുടെ എണ്ണം കൂടുതലാണ് എന്ന് തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടി എന്ന് വെച്ചാൽ അതിനർത്ഥം ക്രൈം കൂടി എന്നാണ്, അല്ലാതെ ക്രമസമാധാന നില മെച്ചപ്പെട്ടതിൻ്റെ അടയാളമല്ല. അത് ക്രമസമാധാന നില തകർന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾക്ക് കൂടുതൽ പോലീസ് സ്റ്റേഷൻ വേണ്ടി വരുന്നതും പിന്നെ CRPF, BSF, പട്ടാളം ഇതൊക്കെ വേണ്ടി വരുന്നു. അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് തുടങ്ങി സൂപ്പർ സ്പെഷ്യാലിറ്റി, പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ് പോലീസുകാരൻ, സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് പട്ടാളം. ഈ പട്ടാളം ഇറങ്ങേണ്ടി വരുന്നു രാജ്യത്ത്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ എയിംസ് വേണമെന്നും പറയുന്നു. ഞാൻ എയിംസിന് തടസ്സം നിൽക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ബട്ട് എയിംസിന് വേണ്ടിയിട്ട് കേരളത്തിൽ രാഷ്ട്രീയ വാചകമടി നടക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഇത്രയും ആശുപത്രിയൊക്കെ ഉണ്ടല്ലോ, ഇത് പോരെ, ഇനി ഇതുകൂടാതെ എയിംസിൽ എന്താ പ്രത്യേക ചികിത്സയുണ്ടോ? പനി വന്നാൽ നമ്മൾ ഒരു പാരസെറ്റമോൾ ആണ് നമ്മളുടെ സ്വന്തം ചികിത്സ. ഡോക്ടർമാരുടെ അടുത്ത് വേറെ എന്തെങ്കിലും ഗുളികയായിരിക്കും തരുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നൊരു അസ്വസ്ഥതയും പനിയും ജലദോഷം പോലെയൊക്കെ തോന്നിയാൽ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക. എയിംസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് വേറെ വല്ല സ്പെഷ്യൽ മരുന്നുണ്ടാകുമോ? എയിംസിൽ പ്രത്യേക സംവിധാനം വല്ലതും ഉണ്ടാകുമോ? എനിക്കറിയില്ല. ഏതായാലും എയിംസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെങ്കിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്.
എയിംസിന് സ്ഥലമില്ല കേരളത്തിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എയിംസ് വരാത്തതെന്നും പറയുന്നു. എയിംസിൻ്റെ കാര്യം കേന്ദ്രത്തിൻ്റെ പ്രത്യേക പരിഗണനയിൽ എന്ന് ലോക്സഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ ബഹളം തുടങ്ങും. കേരളത്തിന് എയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ എയിംസ് കൊണ്ട് നേടാൻ പോകുന്നത്? കുറേ രോഗികൾക്ക് കൂടെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരാശുപത്രി, ഒരു പക്ഷേ കുറേ ഡോക്ടർമാർക്ക് കൂടെ ജോലി കിട്ടുമായിരിക്കാം. ഇതല്ലാതെ ബേസിക്കലി ഇതൊക്കെ അനാരോഗ്യത്തിൻ്റെ ലക്ഷണമല്ലേ ഇതെല്ലാം? ഒരു എയിംസും വേണ്ട, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയും വേണ്ട, സന്തോഷമായിട്ടൊരു ജനത ജീവിക്കുകയാണെങ്കിൽ ആ ജനതയാണ് നമ്മളുടെ സല്യൂട്ടിന് അർഹമായ ജനത. മരുന്നില്ലാതെ, അസുഖമില്ലാതെ, ഡോക്ടർമാരുടെ സഹായമില്ലാതെ ജീവിച്ചു പോകുന്നു, സന്തോഷമായിട്ട് മരിച്ചു പോകുന്നു. മരിക്കാനും ഒരു ഭാഗ്യം വേണമല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആശുപത്രികൾ മരണം നീട്ടിവെക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ്. ഒരാൾ മരിക്കും ഏകദേശം ഉറപ്പായി, 85 വയസ്സുമായി. ഈ മനുഷ്യനെ ICUവിലിട്ടിട്ട് പിന്നെ ഒരു 3 മാസം കൂടെ ഇങ്ങനെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടൊരു ദിവസം മരിക്കുക. അതിലും അത് 3 മാസം നേരത്തെ അങ്ങനെ മരിച്ചു പോകുന്നതല്ലേ. ICUവിൽ കൊണ്ടുപോയ ആൾ തിരിച്ചു വന്നിട്ട് തെങ്ങ് കയറാനോ തേങ്ങ പൊതിക്കാനോ ഒന്നും പോകുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചുമ്മാ ഇങ്ങനെ കിടക്കുകയുള്ളൂ. എന്തിനാണ് മനുഷ്യൻ്റെ മരണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു വലിയ മഹത്തായ കാര്യമാണ്. ICU, ഇത്ര ബെഡ് ICUവിലുണ്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ പറയുന്നത് കേൾക്കാം. പലപ്പോഴും ഈ ബെഡുകളൊന്നും കിട്ടാറില്ല. കാരണം ഈ വയസ്സായവർ കയറി കിടക്കുന്നതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഒരു അപകടം പറ്റി, റോഡ് അപകടം വന്നു, അവനെ ഒരു 2 മണിക്കൂർ ICUവിൽ കയറ്റാനുണ്ട്. ICU ഫ്രീ അല്ല. അപ്പോൾ അടുത്ത ആശുപത്രിയിലേക്ക് ICU ഉള്ള സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാരാണ് ഇതിൽ ആത്യന്തികമായ അഭിപ്രായം പറയേണ്ടത്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് തോന്നിയേക്കാം. എന്നാലും ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ കാഴ്ചയിൽ ഞാൻ നോക്കുമ്പോൾ ഈ നടക്കുന്നതൊന്നും അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് വീണ്ടും അത് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആരോഗ്യരംഗം നൽകുന്ന മരുന്നുകളൊന്നും അത്ര ക്ലിയർ അല്ല എന്നൊരു സന്ദേശം കൂടിയാണോ? എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. അതൊരു അശാസ്ത്രീയമായ ചിന്താഗതിയാണ്. രോഗങ്ങൾക്കും രോഗാണുക്കൾക്കും ഒരു സ്വഭാവമുണ്ട്. അത് മരുന്നിനെ അതിജീവിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മരുന്ന് നമുക്ക് ഫലിക്കാതെ വരിക, അതിൻ്റെ ഡോസേജ് കൂട്ടുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾക്ക്. ആയുർവേദത്തിലും ഉണ്ട് അത്. ഒരു കഷായം കുടിച്ച് ഭേദമായില്ലെങ്കിൽ അടുത്ത കഷായത്തിലേക്ക് കുറച്ചുകൂടെ കടുപ്പപ്പെട്ട രീതിയിലേക്ക്, പിന്നെ ഒരു ഗുളികയും, പിന്നെ ഒരല്പം അരിഷ്ടം, ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകും. അതിന് കാരണം ഒന്ന്, ശരീരം തളർന്നു പോകുന്നു, ശരീരത്തിൻ്റെ ഒരു റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അത് ക്ഷീണിക്കുന്നു. നമ്പർ 2, ഈ രോഗാണുവിന് മരുന്നിനെ അതിജീവിക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് അതിനും ഉണ്ടാകുന്നു. അതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തു, കംപ്ലീറ്റ്ലി നമ്മൾ തുടച്ച് നീക്കുക എന്നൊക്കെ പറയുന്ന സാധനം തിരിച്ചു വരുന്നത് വർഷങ്ങളോളം ഉറങ്ങിക്കിടന്നിട്ട് ഈ പറഞ്ഞ നമ്മളുടെ വാക്സിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ടാകുന്നു. കൊറോണയിലത് പെട്ടെന്നുണ്ടായില്ലേ? എന്താ വകഭേദം വേറൊരു വകഭേദമായിട്ട് മാറുന്നു. ഒറിജിനലിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് അതിൻ്റെ രൂപവും ഭാവവും മാറിയിട്ട് വേറൊന്നായിട്ട് നിങ്ങളെ ആക്രമിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾ സെക്കൻഡ് ഡോസ്, ബൂസ്റ്റർ ഡോസ് അതൊക്കെ കൊടുത്തിട്ട് ഒരു കണക്കിന് അമർത്തി വയ്ക്കുന്നു. ഈ അമർത്തി വെച്ച സാധനം കുറേ കാലം അവനങ്ങനെ ഇരിക്കും. പിന്നെ പെട്ടെന്നൊരു ദിവസം ഇതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിൽ തന്നെത്താനും ഉണ്ടാകും. അത് ഓവർടേക്ക് ചെയ്യും. ഒരു കള്ളനും പോലീസും കളിയാണിത്. കള്ളൻ്റെ വഴികൾ പോലീസ് കണ്ടെത്തി അത് തടയുന്നു. കള്ളനപ്പോൾ വേറൊരു വഴിയിലൂടെ അവിടെ മോൾവശത്ത് കുറച്ച് വീക്ക് പോയിൻ്റ് ഉണ്ട്, അത് തുരന്നിട്ട് അതിലേ ഇറങ്ങാമെന്ന് അവൻ കണ്ടുപിടിക്കുന്നു, അതിലേ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവൻ വീണ്ടും ആലോചിക്കും, ഇനിയിപ്പോൾ എങ്ങനെ ഇതിനകത്ത് കയറാം. കുറേ കാലം ഒന്ന് കയറാതെ തന്നെ നടക്കും, ചുറ്റുപാട് നടന്ന് നിരീക്ഷിച്ച് പിടിച്ച് അവസാനം വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അതിലേ കയറും. അപ്പോൾ ദൈവം വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ പിടിക്കുന്നു. ഈ അവസ്ഥ ഈ രോഗാണുബാധയിലും ഉണ്ടെന്നാണ് ഞാൻ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാരുടെയും കുറ്റമൊന്നുമല്ല, പ്രകൃതിയുടെ ഒരു പെരുമാറ്റം അങ്ങനെയാണ്. ഏത് സാധനത്തെയും നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു രോഗമായിട്ട് അത് തലപൊക്കി എന്ന് വരാം, വന്നില്ലെന്നും വരാം. നമ്മുടെ ഭാഗ്യവശാൽ ഇപ്പോൾ മസൂരി അങ്ങനത്തെ ഒരു രോഗം ഇതുവരെ അത് തലപൊക്കിയിട്ടില്ല. വീണ്ടും ഈ എപ്പോൾ പൊക്കുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അത് വേറൊരു രീതിയിൽ പുറത്ത് വന്നു എന്ന് വരാം.
വന്നാൽ അത് ഫേസ് ചെയ്യുക, അതിനുള്ള മാർഗങ്ങൾ നോക്കുക, അത് നമുക്ക് ചെയ്യാനുള്ളൂ. എന്തായാലും ആരോഗ്യരംഗത്തെ പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിദഗ്ധരായ ആളുകൾ പുതിയ മരുന്നുകളൊക്കെ ആയിട്ട് വരട്ടെ. നമ്മുടെ ഈ അതെ, ഇതിനൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് സംവിധാനം ഉണ്ടാവണം. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഇതുപോലത്തെ അസുഖങ്ങൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 മങ്കി പോക്സ് കണ്ടുപിടിച്ചു. നിപ്പ കഴിഞ്ഞ തവണത്തെ പോലെ സംഭവിച്ചില്ല. ഇത്തവണ അത് നേരത്തെ തന്നെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനുള്ള ഇത് ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിങ് കേരളത്തിൽ നടക്കുന്നുണ്ട്, അത് പറയാതെ വയ്യ. അത് എഫിഷ്യൻ്റായിട്ട് നടത്തിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നിതാന്തമായ ഒരു ജാഗ്രത ആണ് ഇതിന് പരിഹാരം. അത് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ വേണം ചെയ്യാൻ. നമ്മളെ കൊണ്ടൊന്നും അത് പറ്റുന്ന കാര്യമല്ല, വാചകടിയും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.